ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസം എന്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വന്ന സമയത്ത് എന്റെ മാലയും കൊണ്ട് അവൻ പോയി. കൊണ്ടുപോയതല്ല, സ്നേഹം കൊണ്ട് ഞാൻ കൊടുത്തതാന്ന് പറയട്ടോ. സോ ലെവൽ 11 വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ലെവൽ 11 ചെയിൻ ഓർഡർ ചെയ്തു. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ സെഡ്ബറി എന്ന് പറയുന്ന പേജിൽ തന്നെ കേട്ടോ. ഈ വീഡിയോ എടുക്കുമ്പോൾ കഴുത്ത് കിടക്കുന്ന ചെയിനും അവർ അയച്ചു തന്നെയാണ്. ആ ബോക്സിൽ ഇവർ അടിച്ചിരുന്ന പെർഫ്യൂമിന്റെ സ്മെൽ എന്റെ ഫേവറേറ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലെവൽ 11 അല്ലോ, രണ്ടുപേരുടെ കാര്യത്തിലും ഒരേപോലത്തെ ചെയിൻ കിടക്കണല്ലോ. സോ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ചെയിൻ ഇട്ട് നോക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യം കഴുത്ത് കിടക്കുന്ന ചെയിൻ അങ്ങോട്ട് ഊരി മാറ്റട്ടെ, എന്നിട്ടല്ലേ നമുക്ക് പറ്റിയാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ലെവൽ 11. അപ്പൊ എന്നെ പോലെ നിങ്ങളും ലെവൽ 11 ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക കമന്റ് വഴി. അപ്പൊ ഈ ചെയിൻ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണ് ഗൈസ്. ഞാൻ ലെവൽ 11 ട്രസ്റ്റ് ചെയ്തതിന് ശേഷമായിട്ട് എനിക്ക് ലൈഫിൽ കുറെ കാര്യങ്ങളൊക്കെ നടന്നതും എന്റെ കുറെ മിസ്റ്റേക്സ് ഞാൻ തിരിച്ചറിഞ്ഞതൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര പോസിറ്റീവ് ആട്ടോ. ഈ മാല ഇടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ആണ്. അത് എല്ലാവർക്കും അങ്ങനെ ആണോ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആണ് ഗൈസ്. ലെവൽ 11 ചെയിൻ ഞാൻ ഇടാൻ തുടങ്ങിയതിന് ശേഷമാണ് 5K അടിച്ചത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനത് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ വെറുതെ മാനിഫെസ്റ്റ് ചെയ്താൽ പോരാ, കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കാൻ കൂടി വേണം. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മുടെ ലൈഫിൽ എന്തും കിട്ടും. സത്യം പറഞ്ഞാൽ ഇതൊരു സ്പോൺസർഡ് വീഡിയോ അല്ലോ, കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു വാങ്ങിയതാട്ടോ. അപ്പൊ ഈ ചെയിൻ എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പൊ സെഡ്ബറി പേസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആന്റി ടാറിഷ് ജ്വല്ലറി ഒക്കെ ഇഷ്ടമാണെങ്കിൽ അവരുടെ പേജ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ സെഡ്ബറിയുടെ പേജ് ഞാൻ ഇവിടെ